അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ 2025 നടന്ന അർദ്ധവാർഷിക പരീക്ഷ ദുറൂസുൽ ഇസ്ലാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത്. ഒന്നാമത്തെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താനുള്ളത് ഒന്ന് ഹിജ്റ 3-ാം വർഷം നടന്ന യുദ്ധം. ഹിജ്റ 3-ാം വർഷം നടന്ന യുദ്ധം ഏതാണ്? ആൻസർ ഉഹുദ് യുദ്ധമാണ്. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 8-ാം വയസ്സിൽ വഫാത്തായി. ആരാണ് 8-ാം വയസ്സിൽ വഫാത്തായത്? ആൻസർ പിതാമഹൻ. 3 അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിച്ച വർഷം. ആൻസർ ഹിജ്റ 12. 4 വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാന ശാസ്ത്രമാണ്. ഏതാണത്? ആൻസർ തഫ്സീറുൽ ഖുർആൻ. 5 മുഹമ്മദിൻ്റെ വാക്കുകൾ ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങളല്ല, ഇത് പറഞ്ഞത്. ആരാ പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ ജ്യോത്സ്യൻ്റെ പ്രവചനമല്ല എന്നാരാ പറഞ്ഞത്? ആൻസർ വലീദാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ചേരുംപടി ചേർക്കുക. 6 അൽ ബുർഹാൻ ഫി ഉലൂമിൽ ഖുർആൻ. ആൻസർ ബി ആണ്. ഇമാം ബദറുദ്ദീൻ സർക്കശി റളിയല്ലാഹു അൻഹു കിതാബുകൾ രചിച്ചത് ആരൊക്കെയെന്നുള്ള ചോദ്യമാണ്. അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്ന ഗ്രന്ഥം അതാര് രചിച്ച? ആൻസർ ഡി ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു. 8 അത്ത് തഫ്സീറുൽ കബീർ. ആൻസർ ഇ ആണ്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. 9 ജാമിഉൽ ബയാൻ. ആൻസർ എ ആണ്. ഇബ്നു ജസീർ ത്വബരി റളിയല്ലാഹു അൻഹു. 10 ത്വയ്യിബത്തുൻ നശ്രി ഫി ഖിറാഅത്തിൽ അശ്ർ എന്ന ഗ്രന്ഥം രചിച്ചാര? ആൻസർ സി മുഹമ്മദുൽ ജസരി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ കിതാബുകളും അത് രചിച്ച പണ്ഡിതന്മാരുടെ പേരുകളുമാണ് ഇവിടെ ചേരുംപടി ചേർക്കാൻ കൊടുത്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ വിട്ട ഭാഗം പൂരിപ്പിക്കുക. 11 റബ്ബി വർസുഖ്നാ സിയാറത്തുഹു ഖബല ഡാഷ് വൽ ഖറജി. ഖബല റൂഹി വൽ ഖറജി. ഖബില റൂഹി എന്നും കൂടെ ഇവിടെ എഴുതാണ്ടാവും കേട്ടോ. ഖബില റൂഹി വൽ ഖറജി. 12 ഖുർആനിൻ്റെ അടിഭാഗം ഡാഷും മുകൾ ഭാഗം കായ്കനികൾ നിറഞ്ഞതുമാണ്. ഖുർആനിൻ്റെ അടിഭാഗം ഫലപുഷ്ടവും മുകൾ ഭാഗം കായ്കനികൾ നിറഞ്ഞതുമാണ്. 13 മുസ്ലിങ്ങൾ ബദറിൽ വിജയിക്കാൻ കാരണം വിശ്വാസവും ഡാഷുമായിരുന്നു. വിശ്വാസവും പിന്നെന്താ? ഭക്തിയുമായിരുന്നു. 14 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡേശാം വയസ്സിൽ ധനാഢ്യയായ ഖദീജ ബിബി റളിയല്ലാഹു കച്ചവടത്തിൽ സഹായിച്ചു. എത്രാമത്തെ വയസ്സിലാണ്? 25-ാമത്തെ വയസ്സിൽ. 15 നാട്ടുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ അമീൻ ഡാഷ് എന്നെല്ലാം വിളിച്ചു. അൽ അമീൻ അസ്വാദിഖ് എന്നെല്ലാം വിളിച്ചു. 16 മുഹമ്മദുൻ ഡാഷ് വൽ അജമി. മുഹമ്മദുൻ സയ്യിദുൽ അറാബി വൽ അജമി. മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. ഇനി നാലാമത്തെ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 17 വഖൂദുൻ എന്ന വാക്കിൻ്റെ അർത്ഥം. വഖൂദ് എന്ന എന്താ അർത്ഥം? ഇന്ധനൻ, വിറക് എന്നൊക്കെയാണ് വഖൂദിൻ്റെ അർത്ഥം. 18 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയ ഹിജ്റ വർഷം. ആൻസർ ഹിജ്റ 10. 19 ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ പിതാവ് വഹബിൻ്റെ ഗോത്രം. ആൻസർ ബനു സുഹ്റ. 20 പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിജ്ഞാന ശാഖകൾ എത്ര? ആൻസർ 3. 21 ആരുടെ കുടുംബ പരമ്പരയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂജാതനായത്? ആൻസർ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇനി നുബയ്യന് വ്യക്തമാക്കാനുള്ളതാണ്. 2 ബദ്ർ യുദ്ധം ഉണ്ടാവാൻ കാരണം. ആൻസർ മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ഖുറൈശികൾ തീരുമാനിച്ചപ്പോൾ. അപ്പോഴാണ് ബദ്ർ യുദ്ധം ഉണ്ടാകുന്നത്. ഇനി 23 മാനവികതയെക്കുറിച്ചുള്ള ഒരു നബി വചനം. മാനവികതയെക്കുറിച്ച്, മനുഷ്യരാശിയെക്കുറിച്ച് എന്താ നബി തങ്ങൾ പറഞ്ഞ? അൽ മുസ്ലിം മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി അഅത്തുൽ അജീറ അജ്റഹു ഖബല അൻ യജിഫ അറഖുഹു. അതിനർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റു മനുഷ്യർ സുരക്ഷിതയായ മാത്രമേ ഒരാൾ സമ്പൂർണ്ണ മുസ്ലിം ആവുകയുള്ളൂ. അടുത്തത് അഅത്തുൽ അജീറ എന്നുള്ളതിനർത്ഥം വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് തൊഴിലാളിക്ക് വേതനം നൽകുക. ഇനി 24 ലുഖ്മാൻ റളിയല്ലാഹു അൻഹു മകനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞത് എന്ത്? ആൻസർ മോനെ, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, നിശ്ചയം ശിർക്ക് വലിയ അക്രമം തന്നെയാണ്. ഇനി 6 നശ്റാഉൽ മഅന അർത്ഥം എഴുതാനാണ്. 25 തവഫന മുസ്ലിമീന വൽഹിഖ്ന ബിസ്സാലിഹീൻ. ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കുകയും നല്ലവരോട് കൂടെ ചേർക്കുകയും ചെയ്യണമേ. 26 അഅത്തുൽ അജീറ അജ്റഹു ഖബല അൻ യജിഫ അറഖുഹു. വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് തൊഴിലാളിക്ക് വേതനം നൽകുക. 27 ഇൻ ഖാമത്ത് അല അഹദിക്കുമുൽ ഖിയാമത്തു വഫി യദിഹി ഫസീലത്തുൻ ഫല്യഗ്രിസ്ഹ. അന്ത്യദിനം വന്നാൽ പോലും തൻ്റെ കയ്യിലുള്ള വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കണം. ഇനി 7ാമത്തെ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 28 ചരിത്രം പഠിക്കുന്നതിൻ്റെ നേട്ടങ്ങളിൽ ഒന്ന് എഴുതുക.
ആൻസർ മാനവരാശിയുടെ കഴിഞ്ഞ കാലത്തെ വളർച്ചയും തളർച്ചയും മനസ്സിലാക്കാൻ. 29 തഫ്സീറുൽ ഖുർആൻ എന്തെല്ലാം വിശദീകരിക്കുന്നു? ആൻസർ ഖുർആനിക വചനങ്ങളുടെ ആശയങ്ങൾ, അവ ഉൾക്കൊള്ളുന്ന തത്വങ്ങൾ, വിധിവിലക്കുകൾ. ഇനി 30 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൻ്റെ സൂക്ഷ്മമായ രേഖയുണ്ട്, ഒരു ഉദാഹരണം എഴുതുക. ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച ചെരുപ്പിനെക്കുറിച്ച് മാത്രം പരാമർശിക്കാൻ 500-ലധികം പേജുള്ള ഗ്രന്ഥം. ഇനി 31 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുകാരൻ 4 ഖലീഫമാരല്ലാത്ത 2 ആളുകളുടെ പേരെഴുതുക. ആൻസർ ജുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. 32 എന്ത് നിർദ്ദേശങ്ങളുമായാണ് ഉത്ബത്ത് ബിൻ റബീഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചത്? ആൻസർ സമ്പത്തോ നേതൃത്വമോ സ്ത്രീയെയോ എന്ത് വേണമെങ്കിലും നൽകാം, രോഗമാണെങ്കിൽ ചികിത്സിക്കാം. ഇനി 5 വരിയിൽ കുറയാതെ എഴുതാനുള്ള അതിൽ 33 ഖുർആൻ മുസാഫ് രൂപത്തിലാക്കിയ ചരിത്രം, അല്ലെങ്കിൽ ഉത്ബത്ത് ബിൻ റബീഅ കേട്ട ഖുർആൻ, 2-1 കുറിച്ചാണ് എഴുതാനുള്ളത്. 1-ാം ഖലീഫ ഖുർആൻ മുസാഫ് രൂപത്തിലാക്കിയ ഇതിൻ്റെ ചരിത്രം. 1-ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ കാലത്ത് യുദ്ധങ്ങളിലും മറ്റും ധാരാളം ഖുർആൻ മനഃപ്പാടമുള്ള സ്വഹാബികൾ വഫാത്തായി. ഖലീഫയുടെ നിർദ്ദേശപ്രകാരം സെയ്ദ് ബിൻ സാബിത്ത് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം സ്വഹാബികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കിയ ക്രമത്തിൽ ഖുർആൻ ക്രോഡീകരിച്ചു. ഇത് ഹിജ്റ 12-ാം വർഷമായിരുന്നു. ഇനി ഉത്ബത്ത് ബിൻ റബീഅ കേട്ട ഖുർആൻ. സൂറത്തുൽ ഫുസ്സിലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിക്കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരായണം ചെയ്തത് ഉത്ബത്ത് ശ്രദ്ധിച്ച് കേട്ടു. ശേഷം ഖുറൈശികളോട് പറഞ്ഞു, ഞാൻ ഒരു വചനം കേട്ടു, അതിന് തുല്യമായ ഒരു വചനവും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അത് കവിതയല്ല, മാരണമല്ല, ജ്യോത്സ്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാഠത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനി 34-ാമത്തെ ലോക പരിഷ്കർത്താവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒന്നിലധികം വിലാവുകൾ ഉണ്ടാവാൻ പാടില്ല, അതിനെക്കുറിച്ചോ 5 വരി 2-1 കുറിച്ച് എഴുതാനാണ്. ഇത് നമ്മുടെ പാഠങ്ങളിലെ തദ്രീബാത്തുകളിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്, അവിടെ നോക്കിയത് മനസ്സിലാക്കുക. ഇതോടെ 2025 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.